രാവിലെ നല്ല തണവായപ്പോഴേ നീച്ച വശം തന്നെ ചായ ഉണ്ടാക്കിയിട്ട് ആദ്യം കുടിച്ചു കേട്ടോ. ചായ ഉണ്ടാക്കി കുടിച്ചതിന് ശേഷമാണ് അടുക്കളയിൽ കയറിയത്. അങ്ങനെ രാവിലെ ഒന്നൊരു തട്ടിക്കൂട്ട് മുട്ടക്കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു, എളുപ്പത്തിന് പെട്ടെന്ന് റെഡിയാക്കാൻ വേണ്ടിയിട്ടേ. അപ്പോൾ ഓട്ടം ഉണ്ട് കേട്ടോ. എന്താ വെച്ചാൽ ഇപ്പോൾ ഡ്രസ്സൊക്കെ എടുക്കണ ഒരു തിരക്കാണല്ലോ ആൾക്കാർ. പെരുന്നാളിൻ്റെ സീസണും സ്കൂൾ തുറക്കുന്ന സീസണും ഒക്കെ ഒരുമിച്ചാണല്ലോ. അപ്പോൾ അത് കാരണം ഓട്ടങ്ങൾ 2-3 രാവിലെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ജോലികളൊക്കെ കണ്ട് ചെയ്ത് വെച്ചിട്ട് ഓട്ടം പോവുകയാണെങ്കിൽ പിന്നെ നമുക്ക് വീട്ടിലത്തെ കാര്യങ്ങൾ നോക്കണ്ടല്ലോ. എപ്പോഴാണ് വിശക്കണമെന്ന് വെച്ചാൽ ഓടി വന്നിട്ടൊന്ന് ഭക്ഷണം കഴിച്ചിട്ട് പോവല്ലേ വേണ്ടു. അങ്ങനെ വിചാരിച്ചിട്ട് ഞാൻ ഒരു 4 നൂൽപ്പുട്ടും ഉണ്ടാക്കി, ഇതേപോലെ ഒരു മുട്ടക്കറി ഉണ്ടാക്കി. അങ്ങനെ ചായ കുടിച്ചിട്ട് വേഗം ഇന്ന് കറി ഉണ്ടാക്കാനായിട്ട് ഒന്നും ഉണ്ടാകുന്നില്ല. മീനൊന്നും ആരും കഴിക്കണില്ല എന്നൊക്കെ പറയുന്നത് കേട്ടോ, കാരണം മീനൊന്നും വാങ്ങിയില്ല. അപ്പോൾ 2 ഉണക്കയിലായിരുന്നു കേട്ടോ. അതിട്ടിട്ട് തേങ്ങ അരക്കാതെ ഒരു പുളിഞ്ചാറ് പോലെ വെച്ചു കേട്ടോ. പുളിഞ്ചാറ് എന്നാണ് ഞങ്ങളുടെ നാട്ടിലൊക്കെ പറയുക. അപ്പോൾ അത് തേങ്ങ അരക്കാതെ നല്ല തക്കാളി സവോളൊക്കെ ഇട്ടിട്ട് കേട്ടോ, നല്ല ടേസ്റ്റുള്ളൊരു കറിയാണ്. അങ്ങനെ മുതര ഉപ്പേരിയും കൂടിയിട്ട് വെച്ചു. അപ്പോൾ വേറെ ഒന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെയൊക്കെ മതി, 2 പേരല്ലേ ഉള്ളൂ. ഇനി മക്കളൊക്കെ വരുമ്പോൾ നമുക്ക് നല്ല രീതിയിലൊക്കെ വെക്കാമല്ലോ. അപ്പോൾ ഇങ്ങനെ ഒരു തട്ടിക്കൂട്ട് കറിയും ഉപ്പേരിയും ഒക്കെ ഉണ്ടാക്കിയിട്ട് എല്ലാതും കഴിഞ്ഞിട്ട് അങ്ങനെ അടച്ചു വെച്ചിട്ട് ഓട്ടം പോയി. ഓട്ടമൊക്കെ പോയിട്ട് നല്ല മഴയായിരുന്നു കേട്ടോ. ഇന്ന് രാവിലത്തെ വെയിൽ കണ്ടപ്പോൾ ഒന്നും മഴ ഉണ്ടാവില്ല വിചാരിച്ചു. അങ്ങനെ ആദ്യം 2-3 ഓട്ടം കഴിഞ്ഞതിന് ശേഷം പിന്നെ ഒരു ജ്വല്ലറിയിലേക്കുള്ള ഓട്ടമാണ് കേട്ടോ. അപ്പോൾ ഇത് ഓട്ടത്തിന് പോയിട്ട് എൻ്റെ വണ്ടിയിൽ നിന്നിട്ട് എനിക്കിതാണ് കേട്ടോ പരിപാടി, ബബിൾസ് ഇങ്ങനെ പൊട്ടിക്കുക. അത് കഴിഞ്ഞ് വന്നിട്ട് റോഡൊന്നും കാണാൻ പറ്റാത്ത നല്ല രീതിയിലുള്ള മഴയായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് വീണ്ടും തുണിക്കടയിൽ പോയി ആൾക്കാർക്ക് ഡ്രസ്സ് എടുക്കാൻ കുറേ നേരം മൊബൈലൊക്കെ കളിച്ചിട്ടിരുന്നു. അങ്ങനെ വീട്ടിലെത്തി രാത്രിയായപ്പോൾ ഇക്ക വന്നതിന് ശേഷം കയറൊക്കെ മേടിക്കാനായിട്ട് ഇറങ്ങിയിട്ടാ, അയിൽ കെട്ടാനായിട്ട്. അപ്പോൾ എനിക്ക് റോളൊക്കെ വാങ്ങി തന്നു. അതൊക്കെ കഴിച്ചിട്ട് നേരെ വീട്ടിലേക്ക് പോന്നു.